ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയ SCERT 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളാണ് നമ്മളൊരു സീരീസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ അടുത്തൊരു പാർട്ടാണിത് കേട്ടോ. അപ്പോൾ ഇതില് നമ്മൾ കഴിഞ്ഞ ദിവസം മനുഷ്യശരീരം ഒരു വിസ്മയം, രക്തപര്യനം, നാഡീ ഏകോപനം, വിസർജനം എന്ന ഒരു ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അതിൽ നമ്മൾ രക്തപര്യനം കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചു കഴിഞ്ഞു. ആ ഒരു ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്നത്തെ സെഷൻ ആ സെയിം ചാപ്റ്ററിന്റെ തന്നെ ബാക്കി ഭാഗങ്ങളാണ്. വിസർജന വ്യവസ്ഥയും നാഡീ ഏകോപനവുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കി ഭാഗത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ്സാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പുതിയ SCERT ഒരു സീരീസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് വോളിയം കഴിഞ്ഞ് സെക്കൻഡ് വോളിയത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ അതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. വിസർജന വ്യവസ്ഥ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, എന്താണ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള വേണ്ടാത്ത വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് വിസർജനം എന്ന് പറയുന്നത് അല്ലെ. വിസർജനം എന്ന് പറയുന്നത് ഇതില് ഈ നമ്മുടെ ശരീരത്തില് പലതരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന കുറെ വസ്തുക്കളുണ്ട്. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓക്സിജനെ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലെ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അധികമായി കഴിഞ്ഞാൽ ദോഷം ഉണ്ടാവുന്ന ഒരു വസ്തു തന്നെയാണ് അല്ലെ. അപ്പൊ അതിനെ പുറത്തേക്ക് കളയുന്നതും നമുക്ക് വിസർജനം എന്ന് പറയാം. ഇനി നമ്മുടെ ശരീരത്തിൽ പലതരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് യൂറിയ, യൂറിക് ആസിഡ് അങ്ങനത്തെ കുറെ വേണ്ടാത്ത പദാർത്ഥങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഈ വേണ്ടാത്ത പദാർത്ഥങ്ങളെയൊക്കെ നമ്മുടെ ശരീരം എന്ത് ചെയ്യണം? പുറന്തള്ളണം അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ടാകുന്ന ജലം, ലവണങ്ങൾ, ഇതിനെയൊക്കെയും പുറന്തള്ളേണ്ട ആവശ്യമുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? വിസർജനം എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ വിസർജനം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ വിസർജനം എന്ന് പറയുന്നത്. അപ്പോ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന യൂറിയ, മനുഷ്യരിലെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു എന്താണ് എന്നുള്ളത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. യൂറിയയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു എന്ന് പറയുന്നത് കേട്ടോ. വേറെയും കുറെ വസ്തുക്കളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു എന്ന് പറയുന്നത് യൂറിയയാണ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മുടെ ശരീരം പുറന്തള്ളുന്ന ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ വിസർജനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃക്കകളാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പുറന്തള്ളുന്നത് വൃക്കകളിലൂടെയാണോ? ഒരിക്കലും അല്ല, ശ്വാസകോശങ്ങളിലൂടെയാണ് നമ്മൾ അതിനെ പുറന്തള്ളുന്നത് അല്ലെ. ശ്വാസകോശത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരികയും നമ്മൾ നിശ്വസിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഈ ശ്വാസകോശം യഥാർത്ഥത്തിൽ ഒരു വിസർജന അവയവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള ജലവും ലവണവും ഒക്കെ നമ്മുടെ ശരീരം പുറന്തള്ളുന്നതിൽ ഒരു പ്രധാന പങ്ക് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ വിയർക്കാറില്ലേ? ഈ വിയർക്കുന്ന സമയത്ത് അധികമായിട്ടുള്ള വെള്ളവും അതേപോലെ തന്നെ ലവണങ്ങളും ഒക്കെ പുറത്തേക്ക് പോകാറില്ലേ? ഉണ്ട്. അപ്പൊ ഈ ത്വക്ക് എന്ന് പറയുന്നതും ഒരു വിസർജന അവയവം തന്നെയാണ്. പക്ഷേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃക്കകളാണ്, കിഡ്നീസ് ആണ്. പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതെന്ന് ചോദിച്ചിട്ട് ഈ ശ്വാസകോശവും ത്വക്കും ഒക്കെ ഓപ്ഷനകത്ത് വരാറുണ്ട് കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട വിസർജന അവയവം എന്ന് ചോദിച്ചാൽ വൃക്കകളാണ്, കിഡ്നീസ് ആണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്ന അവയവം ഏത്? അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് എന്ന് ചോദിച്ചാലും ഏതാണ്? അതും വൃക്കകളാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ രക്തത്തിനെ അരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിലെ മാലിന്യങ്ങളെയൊക്കെ ഈ ഒരു വൃക്ക പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് അരിപ്പകൾ എന്നറിയപ്പെടുന്നതും വൃക്കകളാണ്. ഓക്കെ, നമുക്ക് നോക്കാമേ. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള വൃക്കയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര വൃക്കയുണ്ട്? 2 വൃക്കയുണ്ട് അല്ലെ. 2 വൃക്കകളാണ്, ഒരു ജോഡി വൃക്കകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒരു ജോഡി വൃക്കകളാണ്. ഈ വൃക്കയുടെ ഷേപ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഷേപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയറുവിത്തിന്റെ ആകൃതിയിലാണ് ഈ വൃക്കകൾ ഉള്ളത് അല്ലെ. ഒരു ബീൻ ഷേപ്പ്, ബീൻ പോലെയല്ലേ ഇരിക്കുന്ന, ഒരു പയറിന്റെ ഒരു വിത്ത് പോലെയല്ലേ ഇരിക്കുന്നത്. പയറുവിത്തിന്റെ ആകൃതി അല്ലെങ്കിൽ ബീൻ ഷേപ്പിലാണ് നമ്മുടെ വൃക്കകൾ ഇരിക്കുന്നത്. അപ്പൊ പയർ വിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ, ഇപ്പൊ നമ്മൾ കുറെ ആയിട്ട് ഈ ഉദരാശയം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഔരസാശയം എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തെ നമ്മൾ ഔരസാശയം എന്നും താഴേക്കുള്ള ഭാഗത്തെ ഉദരാശയം എന്നാണ് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച ശ്വാസകോശമാണെങ്കിലും ഹൃദയമാണെങ്കിലും എവിടെയായിരുന്നു ഉണ്ടായിരുന്നേ? ഔരസാശയത്തിലാണ് ഉണ്ടായിരുന്നത് അല്ലെ.
അതിനുശേഷം ഡയഫ്രം എന്ന പാളി കഴിഞ്ഞ് താഴേക്കുള്ളതാണ് നമ്മുടെ ഉദരാശയം. നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പം നേരത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വൃക്കകൾ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദരാശയത്തിൽ താഴേക്കാണ് ഇരിക്കുന്നത്, ഉദരാശയത്തിലാണ് ഇരിക്കുന്നത്. എവിടെയായിരിക്കും? നമ്മുടെ ഫ്രണ്ട് സൈഡിലാണോ ബാക്ക് സൈഡിലാണോ ഇരിക്കുന്നത് വൃക്കകള്? ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ പിൻവശത്തായിട്ടാണ് വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത്. നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോ നമ്മുടെ പൈറുവ്യത്തിന്റെ ആകൃതിയിൽ കാണുന്ന ഇവ ഉദരാശയത്തിൽ താഴേക്ക്, ബാക്കിൽ നമ്മുടെ നട്ടെല്ലിന്റെ രണ്ട് സൈഡിലും ആയിട്ടാണ് ഈ വൃക്കകളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമ്മുടെ വൃക്കയിലേക്ക് ഈ വിസർജ്യ വസ്തുക്കളുടെ ഒക്കെ അളവ് അല്ലെങ്കിൽ മാലിന്യങ്ങളുടെ തോത് കുറച്ച് കൂടിയ രക്തമാണ് വൃക്കയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആ വൃക്കകൾ അതിനെ നന്നായി അരിച്ചിട്ട് മാലിന്യം കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നു? ആ രക്തത്തെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവും ജസ്റ്റ് എന്താണ് വർക്കിംഗ് എന്ന് ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഈ വൃക്കയുടെ ഉള്ളിലേക്ക് കേട്ടോ, വൃക്കയുടെ ഉള്ളിലേക്ക് രക്തത്തെ കൊണ്ടുപോകുന്ന കുഴൽ, വൃക്കയുടെ ഉള്ളിലേക്ക് രക്തത്തെ കൊണ്ടുപോകുന്ന കുഴൽ ഏതാന്ന് ചോദിച്ചാൽ അത് വൃക്കാധമനിയാണ് എന്ന് ഓർമ്മിച്ചു വെച്ചിരിക്കുക. റീനൽ ആർട്ടറി ആണ് അല്ലെങ്കിൽ വൃക്കാധമനിയാണ് എന്ന് ഓർമ്മിച്ചു വെച്ചിരിക്കുക. ഇനി ഈ വൃക്കയിൽ അരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള മാലിന്യത്തെ, ഓക്കെ, ഇതാണ് വൃക്കാധമനി. ഈ ചുമന്ന നിറത്തി കാണുന്നതാണ് ധമനി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് കേട്ടോ, ഈ ഉള്ളിലേക്ക് രക്തത്തെ കൊണ്ടുപോകുന്നത് ആരാണ്? വൃക്കാധമനിയാണ്. ഇനി ഈ വൃക്കയിൽ അരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള നല്ല രക്തം ഉണ്ടല്ലോ, ആ നല്ല രക്തത്തിനെ പുറത്തേക്ക് എത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃക്കാസിരയാണ്. അപ്പൊ വൃക്കയിൽ നിന്നും പുറത്തേക്ക് രക്തത്തെ എത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വൃക്കാസിരയാണ് എന്ന് ഓർമ്മിക്കാം. വൃക്കാസിരയാണ്. അപ്പൊ വായിച്ചു നോക്കിക്കേ, വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. ഓക്കെ, വൃക്കാധമനിയാണ്. ഈ വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരും. ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ടൊരു സംശയം ഈ ഒരു ഭാഗത്ത് എല്ലാവർക്കും വരുന്നതാണ്. കുറച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച് കുറച്ചൊരു ഐഡിയ ഉള്ള ആൾക്കാർക്കൊക്കെ ചെറിയൊരു സംശയം വരാറുണ്ട്. ഇവിടെ നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ പഠിച്ചിരുന്നു, ഹൃദയത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിയ രക്തം ആദ്യം വന്നെത്തും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓക്സിജൻ കലർന്ന രക്തമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്വാസകോശങ്ങളിലേക്ക് പോകുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ശുദ്ധരക്തം എന്നതുകൊണ്ട് നമ്മൾ അവിടുത്തെ കേസിൽ നമ്മൾ ശുദ്ധരക്തം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എന്നുള്ള കേസിലാണ്. ഈ രക്തത്തിലുള്ള മാലിന്യങ്ങളെ അല്ല നമ്മൾ അവിടെ കൺസിഡർ ചെയ്തത്, ഓക്സിജൻ അടങ്ങിയ രക്തത്തിനെയാണ് നമ്മൾ രക്തപരിചരണം പഠിച്ചപ്പോൾ ശുദ്ധരക്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്സിജന്റെ അളവ് കൂടിയ രക്തത്തിനെയാണ്. ഓക്കെ, ഈ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഓക്സിജന്റെ അളവ് കൂടിയ രക്തമാണ് ധമനികൾ വഴി പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഹൃദയത്തിൽ നിന്നും രക്തത്തെ പുറത്തേക്ക് എത്തിക്കുന്ന കുഴലുകൾ ധമനികളാണ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഹൃദയത്തിൽ നിന്നും രക്തത്തെ പുറത്തേക്ക് എത്തിക്കുന്ന കുഴൽ ധമനികളാണ്, ഹൃദയത്തിലേക്ക് കൊണ്ടുപോയത് സിരകളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഓക്സിജന്റെ അളവ് കൂടിയ ശുദ്ധരക്തത്തിനെയാണ് ഈ ധമനികൾ എന്ത് ചെയ്യുന്ന ശരീരത്തിന്റെ പല പല ഭാഗങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ധമനിയാണ് ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന ധമനിയുടെ മറ്റൊരു ശാഖയാണ് ഈ പറയുന്ന വൃക്കാധമനി എന്ന് പറയുന്നത്. ഈ വൃക്കാധമനി വഴി വൃക്കയിലേക്ക് എത്തുന്ന രക്തത്തിലും എന്തിന്റെ കണ്ടന്റ് ഉണ്ട്? ഓക്സിജന്റെ കണ്ടന്റ് ഉണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്സിജൻ അടങ്ങിയ രക്തം തന്നെയാണ് ആ വൃക്കയുടെ ഉള്ളിലേക്ക് പോകുന്നത്. പക്ഷേ ആ വൃക്കാധമനി വഴി വരുന്ന ആ ഒരു വൃക്കയിലേക്ക് എത്തുന്ന രക്തത്തിൽ മറ്റുള്ള മാലിന്യങ്ങളുടെ അളവ് കൂടുതലായിരിക്കും. അതായത് ഈ പറഞ്ഞ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങള് ഇതിന്റെയൊക്കെ അളവ് കൂടുതലായിരിക്കും. മനസ്സിലായോ? അവിടെ നിങ്ങൾക്ക് സംശയം വരരുത്. നമ്മുടെ ഓക്സിജൻ എന്ന് പറഞ്ഞ ആവശ്യമുള്ള സാധനമല്ലേ, പിന്നെ എങ്ങനെയാണ് അത് അവിടേക്ക് എത്തുന്നതെന്ന് സംശയം വരരുത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓക്സിജൻ അടങ്ങിയ ആ ഒരു രക്തമാണ് നമ്മുടെ വൃക്കാധമനിയുടെ ഉള്ളിൽ കൂടെ വൃക്കയിലേക്ക് ചെല്ലുന്നത്. അവിടെ ഈ പറയുന്ന യൂറിയയുടെയും ഗ്ലൂക്കോസിന്റെയും ലവണങ്ങളുടെയും ഒക്കെ അളവ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? ശരി. ഇനി അപ്പൊ ഈ ഒരു രക്തം, ഈ ഒരു മാലിന്യങ്ങളൊക്കെ അടങ്ങിയ രക്തം നമ്മുടെ വൃക്കയുടെ ഉള്ളിലോട്ട് വന്നു. വൃക്ക അതിനെ എന്ത് ചെയ്യും? അരിക്കും അല്ലെ, ഫിൽറ്റർ ചെയ്യും, അരിക്കും. ഈ അരിക്കലിന് ശേഷം ഏത് വഴിയാണ് രക്തം പുറത്തേക്ക് ഇറങ്ങുന്നത്? വൃക്കാസിരയിലൂടെയാണ് അത് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലെ. ഈ വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. താരതമ്യേന എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമാകുന്ന രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പൊ രക്തത്തിൽ ആ അളവ് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാലിന്യങ്ങൾ ഇല്ലാത്ത
അപ്പൊ ഈ മാലിന്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോയി? ഈ മാലിന്യങ്ങളൊക്കെ യൂറിനിലൂടെയാണ്, മൂത്രത്തിലൂടെയാണ് ഈ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ വളരെ വളരെ വിശദമായിട്ട് ഈ അരിക്കൽ പ്രക്രിയ പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് പഠിക്കാം. 9ലും 10ലും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ശരി, മനസ്സിലായല്ലോ. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. പ്രസ്താവനയായിട്ടൊക്കെ ചോദിക്കും, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൂത്രത്തിന്റെ ഫോർമേഷൻ ഒക്കെ നമുക്ക് വളരെ വിശദമായി തന്നെ വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ പഠിക്കാനായിട്ട് ഉണ്ട്. നമുക്കതൊക്കെ പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിതാ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് വേണമെങ്കിൽ പോകാം. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാ? വൃക്ക ധമനിയാണ് അല്ലെ. വൃക്കയിൽ നിന്നും രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാന്ന് ചോദിച്ചാൽ വൃക്കാസിരയാണ്. വൃക്കാധമനി, വൃക്കാസിര എന്നീ രക്തക്കുഴലുകളിലെ രക്തത്തിന് എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്കാധമനി വഴി ഉള്ളിലേക്ക് കയറുന്ന രക്തത്തിൽ യൂറിയയുടെയും ഗ്ലൂക്കോസിന്റെയും ഒക്കെ അളവ് കൂടുതലായിരിക്കും. വൃക്കാസിര വഴി പുറത്തേക്ക് വരുന്ന ആ ഒരു രക്തക്കുഴലില് ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെയും ലവണത്തിന്റെയും ഒക്കെ അളവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. വൃക്കയിൽ നിന്നും മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? അതാ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു അരിക്കലിന് ശേഷം അവിടെ യൂറിൻ അല്ലെങ്കിൽ മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രം കണ്ടോ, ഇവിടെ നിന്ന് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എത്തിക്കുന്ന ഈ ഒരു നീണ്ട കുഴലിനെ കണ്ടോ? ഈ നീണ്ട കുഴലിനെ വിളിക്കുന്ന പേരാണ് മൂത്രവാഹി. ഓക്കെ, മൂത്രവാഹി. അപ്പോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്രവാഹിയാണ് കേട്ടോ, മൂത്രവാഹിയാണ്. ഇനി ഈ മൂത്രവാഹി കൊണ്ടുവരുന്ന ഈ ഒരു യൂറിൻ എവിടെയാണ് കളക്ട് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്രാശയത്തിലാണ് കളക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, മൂത്രാശയത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് കളക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് വിസർജന വ്യവസ്ഥയിലെ ഏത് ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മൂത്രാശയത്തിലാണ് ഈ ഒരു യൂറിന് ശേഖരിക്കപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. യൂറിൻ ഫോർമേഷൻ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം, വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പഠിക്കാം കേട്ടോ. ഇനി അടുത്ത ഒരു കുട്ടിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. കുട്ടി പറയുകയാണ്, ഡോക്ടർ മൂത്രം ഒഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദന അനുഭവപ്പെടുന്നു, കൂടാതെ അടിവയറ്റിലും വേദനയുണ്ടെന്ന് പറയുന്നു. നോർമൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരിക്കും പ്രശ്നം. അത് യൂറിനറി ഇൻഫെക്ഷൻ ആണ് കുട്ടിക്കുള്ളത് അല്ലെ. നമുക്ക് നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പുകച്ചിലും വേദനയൊക്കെ ഉണ്ടാവുന്ന യൂറിനറി ഇൻഫെക്ഷൻ കാരണമാണ്. അപ്പോ ഈ ഡോക്ടർ കുട്ടിനോട് ചോദിക്കുകയാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ? ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാറില്ലേ? അല്ലെ, ആവശ്യത്തിന് വെള്ളം കുടിക്കാറുണ്ടോ, മൂത്രം ഒഴിക്കാറുണ്ടോ എന്നൊക്കെ കുട്ടിയോട് ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പൊ കുട്ടി പറയുകയാണ്, ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കേണ്ടി വരും എന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ, വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമേ മൂത്രം ഒഴിക്കൂ. നോർമലി നമ്മളിൽ പല ആൾക്കാരും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ഒക്കെ കടന്നുപോയിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും അല്ലെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോ ഇവിടെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക, ഇത് കുട്ടികൾ പഠിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും കൂടി പുസ്തകത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഒരെണ്ണമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരു ഭാഗം പരീക്ഷയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട്. ഞാൻ നേരത്തെയുള്ള ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഈ പൊതുജനാരോഗ്യ ഭാഗത്ത് ചോദിക്കാൻ പറ്റുന്ന ഒത്തിരി പോയിന്റുകൾ പുതിയ മാറി വന്ന SCERT ടെക്സ്റ്റിൽ നല്ലോണം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ വെറും ഒരു അവയർനെസ് ആയിട്ട് നമ്മൾ കേട്ടോ, നമുക്ക് അവയർനെസ് ഓൾറെഡി ഉള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് സ്റ്റേറ്റ്മെന്റുകളായിട്ട് ഈ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രാശയ അണുബാധ. ഓക്കെ, അണുബാധ ഉണ്ടാവാൻ ഉള്ള കാരണങ്ങളിൽ പെടുന്നത് ഏത് അല്ലെങ്കിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് ഏത്, ശരിയായിട്ടുള്ള രീതി ഏതാണ് എന്നൊക്കെയുള്ള രീതിയിൽ പ്രസ്താവനകൾ ചോദിക്കാം. അപ്പൊ കുട്ടി ഇങ്ങനെ പറയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു, വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം അല്ലെ. വൃക്കകൾ കറക്റ്റ് ആയിട്ട് അരിക്കൽ പ്രക്രിയയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രം ഒഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധ ഉണ്ടാകും, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുക, ദീർഘനേരം യൂറിൻ പിടിച്ചു വെക്കുക എന്നുള്ളത് ആണ്. അപ്പൊ അവിടെ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും ഒക്കെ രോഗാണുക്കൾ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെയുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി. അടുത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം കുറെ പോയിന്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരും പരീക്ഷയ്ക്ക്. എന്നെ സംരക്ഷിക്കുമെന്ന് വൃക്ക സ്വയം പറയുകയാണ്. അപ്പൊ വൃക്കയുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന പോയിന്റുകൾ, വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്.
പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ എന്ന് പറയുന്നു. പുകവലിക്കരുത്, മദ്യപിക്കരുത്. പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നത് വൃക്കയുടെ ആരോഗ്യത്തെ തകരാറിലാക്കും. ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക. ഓക്കെ, ഉപ്പിന്റെ അമിത ഉപയോഗം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പൊ ലവണങ്ങളുടെ ഒക്കെ അളവ് നമ്മൾ കുറയ്ക്കുന്നതാണ് എല്ലാത്തിനും. ബി പിക്ക് ആണെങ്കിലും ശരി, വൃക്കയുടെ ആരോഗ്യത്തിനാണെങ്കിലും ഒക്കെ അത് നല്ലതാണ് അല്ലെ. ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക. അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കുക. ചില ആൾക്കാരൊക്കെ എന്ത് ചെറിയൊരു പ്രശ്നം വന്നാൽ അപ്പൊ തന്നെ മരുന്ന് കഴിക്കും അല്ലെ. ഈ മരുന്നുകൾ ചുമ്മാ ആവശ്യമില്ലാതെ നമ്മൾ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? അതിന്റെ കെമിക്കൽസിന്റെ കണ്ടന്റ് കൂടുകയും വൃക്കയ്ക്ക് ഈ അരിക്കൽ പ്രോസസ്സ് സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരികയും ചെയ്യും. അപ്പോൾ വൃക്കയുടെ കാര്യക്ഷമത കുറഞ്ഞു പോകാനുള്ള സാധ്യത എവിടെയുണ്ട്. അപ്പൊ അനാവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം എന്ത് ചെയ്യണം? കുറയ്ക്കണം. ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണേ. നമ്മളെ 8 ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്താണ് 12 ഗ്ലാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 12 ഗ്ലാസ് വെള്ളമെങ്കിലും ചുരുങ്ങിയത് കുടിക്കണേ എന്ന് പറയുന്നുണ്ട്. കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കണേ അല്ലെ. കൃത്രിമം സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ കലർന്നിട്ടാണ് വരുന്നത്. ആ കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ദിവസവും വ്യായാമം ചെയ്യണേ. ദിവസവും വ്യായാമം ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് പോയിന്റുകൾ? പുകവലി, മദ്യപാനം എന്നിവ ഉപേക്ഷിക്കുക, ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക, അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കുക, ദിവസവും 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക, കൃത്രിമ പാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, ദിവസവും വ്യായാമം ചെയ്യുക. ഇതൊക്കെയാണ് വൃക്കയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കൃത്യമായ ഇടവേളകളിൽ മൂത്രം ഒഴിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതും അവിടെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ശരി. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി വൃക്കയുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? എന്തൊക്കെ വൃക്കയുടെ പ്രവർത്തനം തകരാറിലായാൽ എന്താണ് പ്രശ്നം? നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ അരിച്ച് വൃത്തിയാക്കുന്ന അവയവമാണ് വൃക്ക അല്ലെ. അപ്പൊ ഈ വൃക്ക തകരാറിലായി കഴിഞ്ഞാൽ ഈ ഒരു മാലിന്യങ്ങളെ അരിക്കാൻ ശരീരത്തിന് കഴിയില്ലല്ലോ, അരിക്കാൻ കഴിയില്ല. അപ്പൊ സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിന് മാലിന്യങ്ങളെ അരിച്ച് വൃത്തിയാക്കാനുള്ള കഴിവ് ഈ വൃക്ക ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ മാലിന്യങ്ങളുടെ അളവ് കൂടുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് വരികയും ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഡയാലിസിസ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് ഡയാലിസിസ്? ഇപ്പം മാലിന്യങ്ങൾ അടങ്ങിയ രക്തം വൃക്കയിലേക്ക് പോകുന്നു, വൃക്ക അതിനെ അരിക്കുന്നു, മാലിന്യം കുറഞ്ഞ രക്തമായിട്ട് പുറത്തേക്ക് വിടുന്നു. ഇതല്ലേ പരിപാടി. അപ്പം ഒരാളുടെ വൃക്കയ്ക്ക് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വൃക്കയ്ക്ക് മാലിന്യങ്ങളെ അരിക്കാൻ പറ്റില്ല. അപ്പം ഒരു പുറത്തുനിന്നുള്ള ഒരു ശുദ്ധീകരിക്കുന്ന ഒരു യൂണിറ്റ്, വൃക്കയ്ക്ക് പകരമായിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാകും. ഒരു ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയും ഇങ്ങനെ ഒരു സാധനം. ഇതിലേക്ക് ഈ ഒരു മനുഷ്യന്റെ ആർക്കാണോ വൃക്ക തകരാറിലായത് അയാളുടെ ശരീരത്തിലെ രക്തത്തിനെ, മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തത്തിനെ എന്ത് ചെയ്യുന്നു? ആ ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ഈ ഡയാലിസിസ് യൂണിറ്റ് ഒരു വൃക്ക ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതായത് ശരീരത്തിലെ മാലിന്യങ്ങൾ, ആ രക്തത്തിലെ മാലിന്യങ്ങളുടെ അത് നന്നായിട്ട് അരിക്കുന്നു. അങ്ങനെ അരിച്ചതിന് ശേഷം മാലിന്യങ്ങളുടെ അളവ് കുറഞ്ഞ രക്തത്തിനെ ഇത് പുറത്തേക്ക് എത്തിക്കുകയും അത് ആ രോഗിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് ആ രക്തം തിരിച്ചു കയറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെ രക്തം ഇറക്കി ശുദ്ധീകരിച്ച് കയറ്റുന്ന പ്രോസസ്സിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ വൃക്കയ്ക്ക് തകരാറ് വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ വേറൊരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്, അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കലാണ് അല്ലെ. വൃക്ക ഇപ്പം ഒരാൾക്ക് എത്ര വൃക്കയുണ്ട്? 2 വൃക്കയുണ്ട് അല്ലെ. അപ്പം ഇതിൽ ഒരു വൃക്ക മതിയാകും ഒരാൾക്ക് ജീവിക്കാനായിട്ട്. ഒരു വൃക്ക മതിയാകും. സപ്പോസ് ഒരു വൃക്കയ്ക്ക് എന്തെങ്കിലും കേടുകൾ വരുമ്പോഴാണ് നമ്മൾ മറ്റേ വൃക്കയും യൂസ് ചെയ്യുന്നത്. ഒരാളുടെ 2 വൃക്കയും കേടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൃക്ക മാറ്റിവെക്കലാണ് ഒരു മാർഗമുള്ളൂ അല്ലെ. ഈ വൃക്ക മാറ്റിവെക്കുമ്പോൾ കേടായ വൃക്ക എടുത്ത് കളയത്തൊന്നുമില്ല, അതിന്റെ താഴെയായിട്ടാണ് നമ്മൾ പുതിയ വൃക്ക എന്ത് ചെയ്യുന്നത്? വയ്ക്കുന്നത്. ഓക്കെ, അപ്പോ ആരിൽ നിന്നാണ് വൃക്ക മാറ്റിവെക്കാൻ പറ്റുന്നത്? ആരോഗ്യമുള്ള ഒരു ദാതാവിൽ നിന്ന് മാത്രമേ ഒരു വൃക്ക എടുക്കാൻ പറ്റുള്ളൂ. ഈ കൊടുക്കുന്ന ആൾക്കും സർജറിക്ക് വിധേയമാകേണ്ടി വരും. കാരണം കൊടുക്കുന്ന ആളുടെ ഒരു വൃക്ക എടുത്തിട്ടാണ് ഈ വയ്യാത്ത ആൾക്ക് അല്ലെങ്കിൽ സുഖമില്ലാത്ത ആൾക്ക് അല്ലെങ്കിൽ വൃക്ക തകരാറിലായ ആൾക്ക് ഒരു വൃക്കയാണ് നമ്മൾ കൊടുക്കുന്നത്. ആരോഗ്യമുള്ള ആളിൽ നിന്ന് ഒരു വൃക്ക എടുത്ത് ഇയാളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആരോഗ്യമുള്ള, ഇതൊക്കെ നന്നായി നോക്കി വെച്ചേക്കണം കേട്ടോ. ഇതൊക്കെ പബ്ലിക് ഹെൽത്തിലൊക്കെ വരുന്ന സാധനങ്ങളാണ്, കൃത്യമായി നോക്കി വെക്കുക. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്ക എടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വച്ചു പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. ചുമ്മാ വഴി കൂടെ പോകുന്ന ഒരാളുടെ വൃക്ക എടുത്ത് ഒരാൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാവുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ മാച്ച് ആകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മാച്ച് ആയാൽ മാത്രമേ, രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ യോജിച്ചാൽ മാത്രമാണ് നമുക്ക് വൃക്ക മാറ്റിവെക്കൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ വൃക്കകൾ ദാനം ചെയ്യണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു വൃക്ക കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ വൃക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കാനായിട്ട് വരുന്നത് കേട്ടോ.
മറ്റ് വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ത്വക്കിന്റെ കാര്യവും ശ്വാസകോശത്തിന്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് തന്നെയാണ് മറ്റ് വിസർജന അവയവങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാം പുറത്തു പോകുന്നു എന്ന് ചോദിച്ചാൽ ജലം പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ അനാവശ്യമായിട്ടിരിക്കുന്ന ലവണങ്ങളും ഈ വിയർക്കൽ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. വിയർപ്പ് നമുക്ക് നോക്കാം. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ത്വക്കില് സ്വേദഗ്രന്ഥികളുണ്ട്. ഈ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തേക്ക് പോകുന്നു. ശരീരത്തിൽ അധികമായിട്ടുള്ള ജലവും ലവണവും ഒക്കെ ഈ വിയർക്കൽ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഈ വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. ഈ വിയർപ്പ് ബാഷ്പമായിട്ട്, വിയർപ്പ് പോണ്ടേ, അവിടെ നിന്ന് മാറിപ്പോണ്ടേ, ഈ ബാഷ്പമായിട്ട് മാറാൻ വേണ്ടുന്ന താപം നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഈ ഒരു ബോഡി എടുക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് എല്ലാം തന്നെ. വിയർക്കൽ ശരീര താപനിലയെ ക്രമീകരിക്കുന്നു എന്നൊരു സെന്റൻസ് തന്നാൽ അത് ശരിയാണ്. അപ്പൊ വിയർപ്പിലൂടെ ജലവും ലവണവും പുറത്തേക്ക് പോകുന്നുണ്ട്, ശരീരത്തിന്റെ താപനിലയും ക്രമീകരിക്കപ്പെടുന്നുണ്ട് വിയർക്കൽ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ. ഓക്കെ, ഇനി ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയൊക്കെ തന്നെയും ത്വക്കിന്റെ ധർമ്മങ്ങളിൽ പെടുന്നതാണ്. ത്വക്കിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് എവിടെയാണ് പഠിക്കാനുള്ളത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ സെൻസ് ഓർഗൻസുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് വരുന്ന സമയത്ത് ത്വക്കിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എല്ലാ പോയിന്റുകളും കൃത്യമായി നോക്കണം. ഇനി നോക്കിക്കോ, ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തേക്ക് വരുന്നത്. അല്ലെ, നമ്മുടെ ത്വക്കുണ്ടല്ലോ, ഈ ത്വക്കിൽ വളരെ നേർത്ത സുഷിരങ്ങളുണ്ടല്ലേ. ഈ ത്വക്കിന്റെ ഉള്ളിലേക്ക് താഴേക്കാണ് സ്വേദഗ്രന്ഥികൾ ഉള്ളത്. ആ സ്വേദഗ്രന്ഥിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരുന്ന വിയർപ്പ് എന്ത് ചെയ്യണം? ഈ വിയർപ്പ് നമ്മുടെ ഈ ശരീരത്തിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. ഓക്കെ, പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ത്വക്കില് ഇരിക്കാന്ന് വിചാരിക്കുക, അങ്ങനെ അടിഞ്ഞുകൂടി ഇരുന്നു കഴിഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പോ നമ്മൾ കുളിക്കുന്ന സമയത്ത് ത്വക്ക് നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പൊ ഈ ത്വക്ക് ഈ ലവണങ്ങളും ബാക്കിയുള്ള ആ വേസ്റ്റ് ഒക്കെ നമ്മുടെ ത്വക്കിൽ അങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കുളിക്കുമ്പോൾ ത്വക്ക് നന്നായിട്ട് വൃത്തിയാക്കേണ്ട ആവശ്യം ഉണ്ട്. ഓക്കെ, ശരി, അപ്പൊ അത്രയും മനസ്സിലായി. ഇനി നോക്കിക്കോ, ലാസ്റ്റ് സെന്റൻസ് നോക്കിക്കേ. വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ആ വിസർജന അവയവങ്ങൾ ഏതൊക്കെയെന്ന് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതെന്ന് ചോദിച്ചാൽ വൃക്കയാണ്. അത് കഴിഞ്ഞാൽ ത്വക്ക്, ശ്വാസകോശം, കരൾ, ഇത് എല്ലാം തന്നെ വിസർജനത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. വിസർജനത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. കരളിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ഓക്കെ, ശരി, അപ്പൊ അത് മനസ്സിലായി. ഇനി നോക്കിക്കോ, നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടേ. നമ്മുടെ ശ്വാസകോശം എന്തിനൊക്കെയാണ് സഹായിക്കുന്നത് എഴുതിയിട്ടുണ്ട്. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. നിശ്വാസം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാൻ ശ്വാസകോശങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിന് വിസർജന പ്രക്രിയയിൽ വരും. ഇനി കരളാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. ഓക്കെ, പക്ഷെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ചോദിക്കുമ്പോൾ ഇത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. നമ്മുടെ കരൾ എന്ന് പറയുന്നത് മാലിന്യങ്ങൾ അല്ലെങ്കിൽ വിഷവസ്തുക്കളെ, ഹാനികരമായിട്ടുള്ള വസ്തുക്കളുമായിട്ട് എപ്പോഴും ഈ കരൾ കോശങ്ങൾ ഇങ്ങനെ സമ്പർക്കത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിൽ എത്തുന്ന വിഷവസ്തുക്കളെയൊക്കെ താരതമ്യേന വിഷം കുറഞ്ഞ അവസ്ഥയിലേക്ക്, വിഷാംശത്തെ നീക്കം ചെയ്യുന്ന ഒരു അവയവമാണ് കരൾ എന്ന് പറയുന്നത് കേട്ടോ. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? പിത്തരസം എന്ന് പറഞ്ഞാൽ ബൈൽ ജ്യൂസ് ആണ്, ബൈൽ ജ്യൂസ്. ആ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ ഒരു പോയിന്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും ആ പിത്തരസത്തിനെ സംഭരിച്ചു വെക്കുന്നത് പിത്താശയമാണ് കേട്ടോ. പിത്തരസത്തെ സംഭരിച്ചു വെക്കുന്ന, ബൈൽ ജ്യൂസിനെ സംഭരിച്ചു വെക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിത്താശയമാണെന്ന് ഓർമ്മിക്കുക. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്, എന്നാൽ അതിനെ സംഭരിച്ചു വെക്കുന്നത് പിത്താശയമാണ്. ഓക്കെ, ഇനി പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. അതായത് നമ്മുടെ ശരീരത്തില് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഇതില് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ പ്രോട്ടീൻ കഴിക്കുമല്ലോ, മാംസ്യം കഴിക്കുമല്ലോ. ഈ ഒരു പോഷകഘടകങ്ങൾ, ആ മാംസ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിഘടിച്ച് ചെറുതായി നമ്മുടെ ശരീരം യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫലമായിട്ട് അമോണിയ ഉണ്ടാകും.
ഈ അമോണിയ എന്ന് പറഞ്ഞ ഒരു വിഷവസ്തുവാണ്. ഈ അമോണിയയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ അമോണിയനെ വിഷം ഭയങ്കര കൂടിയ സാധനമാണ് അമോണിയ. ഈ അമോണിയനെ താരതമ്യേന വിഷം കുറഞ്ഞിട്ടുള്ള യൂറിയയാക്കി മാറ്റുന്നത് കരളാണ്. അപ്പൊ യൂറിയ നിർമ്മിക്കുന്ന അവയവം ഏതാന്ന് ചോദിച്ചാൽ കരളാണ്. അപ്പൊ കരള് പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് കേട്ടോ. നമ്മുടെ അമോണിയനെ യൂറിയയാക്കി മാറ്റുന്നത് ആരാണ്? കരളാണ് എന്ന് ഓർമ്മിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്. കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം യൂറിയ. കരളിന്റെ ധർമ്മങ്ങൾ ഓൾറെഡി ആ ബോക്സിൽ നിങ്ങൾ കണ്ടത് തന്നെയാണ് ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സസ്യങ്ങളിൽ വിസർജനം നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സസ്യങ്ങളിലും ജീവികളായതുകൊണ്ട് തന്നെ അവയിലും വിസർജനം ഒക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ വിസർജനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു 7ാം ക്ലാസ് ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കഴിയുകയാണ് കേട്ടോ, അവിടെ കഴിയുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ അടുത്തൊരു ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം, നാഡീ ഏകോപനവുമായി ബന്ധപ്പെട്ട ബേസിക്സ് ആണ് നമുക്ക് ഇവിടെ നോക്കാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. നോക്കിക്കോ, നമ്മള് ഒരു ജോലി ചെയ്യുമ്പം ഏതെങ്കിലും ഒരു അവയവം മാത്രമാണോ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇപ്പൊ ഒരു പേന കയ്യിൽ നിന്ന് താഴെ വീണു, അത് എടുക്കുമ്പോൾ നമ്മുടെ കൈ മാത്രമാണോ പ്രവർത്തിക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ കുനിഞ്ഞിട്ട് ഒക്കെയാണ് നമ്മൾ എടുക്കാനുള്ളത് അല്ലെ, ആ ഒരു പേന നമ്മൾ എടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം മാത്രമല്ല പ്രവർത്തിക്കുന്നത്, കുറെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഒന്ന് ഏകോപിപ്പിക്കുന്നത്, ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന വ്യവസ്ഥയാണ് നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണ് നമുക്ക് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നത്, സാധ്യമാകുന്നത്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള അവയവങ്ങളുടെ ഒരു കോർഡിനേഷൻ, ഏകോപനത്തിലൂടെയാണ് നമുക്ക് പലതരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പെട്ടെന്ന് പറന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കും അല്ലെ. നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ പ്രതികരിക്കാൻ പറ്റിയത്? എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ണ് ചിമ്മാൻ പറ്റിയേ? നമ്മളൊരു തീയുടെ അടുത്ത് അറിയാതെ നമ്മൾ ഒരു ചൂടുള്ള വസ്തുവിൽ കൈ തട്ടിയാൽ പെട്ടെന്ന് നമ്മൾ കൈ വലിക്കും അല്ലെ. എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ കൈ വലിക്കാൻ പറ്റിയത്? എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റിയത്? ഒക്കെ നമ്മുടെ നാഡീ വ്യവസ്ഥ. ഓക്കെ, നാഡീ വ്യവസ്ഥയുടെ സഹായം കൊണ്ടാണ് നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് പറ്റിയത്. നമുക്ക് നോക്കാം നാഡീ വ്യവസ്ഥ എന്താ സംഭവം എന്നുള്ളത്. നോക്കിക്കോ, സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ്. ഓക്കെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന നാഡീ വ്യവസ്ഥയാണ്. എന്തൊക്കെയാണ് നാഡീ വ്യവസ്ഥയിലെ ഭാഗങ്ങൾ? മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന എന്ന് പറഞ്ഞ എന്താണ്? സ്പൈനൽ കോഡാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ കൂടെ കടന്നു പോകുന്ന വിവിധങ്ങളായിട്ടുള്ള നാഡികൾ, നെർവ്സ്. അപ്പോ മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ എന്നിവ, ഈ 3 കാര്യങ്ങൾ ചേർന്നതാണ് ഒരാളുടെ നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം അല്ലെ, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ്. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. തലയോട്ടിയുടെ ഉള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മസ്തിഷ്കത്തിന്റെ ജോലി? പറഞ്ഞാൽ തീരാതെ അത്രയും ജോലി മസ്തിഷ്കം എടുക്കുന്നുണ്ട്, ശരിയല്ലേ? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെ എല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഓക്കെ, പലതരം പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും, എല്ലാ അവയവങ്ങളെയും ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ ശരീരത്തിലെ എന്തൊരു കാര്യം നടക്കണം, ആര് നിർദ്ദേശം കൊടുക്കണം? തലച്ചോറ് നിർദ്ദേശം കൊടുക്കണം. ഇപ്പൊ നമുക്കൊരു വസ്തുവിനെ കാണണം, കണ്ണുണ്ടായാൽ മാത്രം കാണാൻ പറ്റില്ല, തലച്ചോറ് കറക്റ്റായി പ്രവർത്തിച്ചാലേ നമുക്കത് കാണാൻ പറ്റൂ. നമ്മളൊരു കാര്യം കേൾക്കുന്നു, ആ കാര്യം എനിക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടെ തലച്ചോറിന്റെ സഹായം വേണം അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തലച്ചോറിന്റെ സഹായം വേണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രവർത്തനം നടക്കണമെങ്കിലും അത് ഓരോ അവയവങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ കോശങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് മസ്തിഷ്കത്തിന്റെ ജോലിയാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. ഭാവന അല്ലെ, നമ്മുടെ ഓർമ്മ, നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങൾ, നമ്മുടെ ബുദ്ധി, ഇതിന്റെ ഒക്കെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? മസ്തിഷ്കം ആണ്. ആധുനിക പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ പിന്നിലായിട്ടേ വരുള്ളൂ അല്ലെ. അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യക്ഷമത, എഫിഷ്യൻസി ഉള്ള സാധനമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയതും എങ്ങനെ വേണമെന്നില്ല, ജസ്റ്റ് വായിച്ചു നോക്കാം. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള
കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും ഒക്കെ നമുക്ക് കഴിയും. ഇനി ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതൊക്കെ നല്ല പോയിന്റുകളാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ല അടിപൊളി പോയിന്റുകളാണ്. ഉണർന്നിരിക്കുമ്പോൾ മാത്രം തലച്ചോറ് പ്രവർത്തിക്കുന്ന ഒരിക്കലുമല്ല, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യും? വളരെ കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിലെ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ, എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നാഡീവ്യവസ്ഥയാണ് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, ശരി, അത്രയാണ് നമുക്ക് അവിടെ ഉള്ളത്. നമുക്ക് നാഡീവ്യവസ്ഥയെ കുറിച്ച് അത്രയും കാര്യങ്ങൾ മാത്രമേ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രേ കൊടുത്തിട്ടുള്ളൂ. ഇനി അടുത്തത് കൗമാരവും ആരോഗ്യവും എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ടൈറ്റിലിൽ പറയുന്നില്ലെങ്കിൽ പോലും പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അടുത്ത നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതും കൂടി ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നതിൽ ഉദ്ദേശമായിട്ടുണ്ട്. ഈ കുട്ടികളല്ലേ ഇത് പഠിക്കുന്നത്, അപ്പൊ അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് നമ്മുടെ BSc പോയിന്റ് ഓഫ് വ്യൂവിലും കുറച്ച് പോയിന്റ്സ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നോക്കിയോ, 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് കൗമാരമായിട്ട് ഇപ്പം കണക്കാക്കി വെച്ചിരിക്കുന്നത്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് കൗമാരം എന്ന് പറയുന്നത് കേട്ടോ. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു കാലമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നുണ്ട് അല്ലെ. ഒരുപാട്, നമ്മളൊക്കെ ഈ കൗമാരകാലം കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്, നമുക്കറിയാം. ഒരുപാട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ കൗമാര കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകും. നമ്മുടെ ഒരു കൗമാരപ്രായം ആലോചിച്ചാൽ തന്നെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഓക്കെ, എന്തൊക്കെയായിരിക്കും? തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. നമ്മൾ പഠിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന, ബയോളജിയിൽ നിന്ന് പ്രത്യേകിച്ചും വളരെ നല്ല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഇതെല്ലാം എത്ര തന്നെ നിസ്സാരം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ് ആണെങ്കിലും നിർബന്ധമായി നിങ്ങൾ വായിച്ചിട്ട് തന്നെ പോകണം. ഇതൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത് ഞാൻ വായിച്ചത് കൊണ്ട് എനിക്കത് കിട്ടി എന്ന് ആലോചിക്കണം കേട്ടോ. ഉറപ്പായും വായിക്കണേ. കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് മിഥ്യാധാരണകൾ ഉണ്ടായിരിക്കും അല്ലെ. അതിനെയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതും കൂടി ഈ പാഠപുസ്തകത്തിൽ ഇതിനെ കുറച്ച് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട്. ഓക്കെ, ആൺകുട്ടികളിലാണെങ്കിൽ വളർച്ച ത്വരിതപ്പെടുന്നു, പെൺകുട്ടികളിലും അതുപോലെ തന്നെ വളർച്ച ത്വരിതപ്പെടുന്നു. പെട്ടെന്നാണ് വളരുന്നത് അല്ലെ. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാകും. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു, കുറച്ച് ഫാസ്റ്റ് ആകുന്നു. പെൺകുട്ടികളിലും അതുപോലെ തന്നെ പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു. ഇനി അടുത്ത് ആൺകുട്ടികളിലാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളിലാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ്. ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരാൻ തുടങ്ങുന്നു. ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ്, ആൺകുട്ടികളാണെങ്കിൽ ശബ്ദത്തിന് ഗാംഭീര്യം കൂടും അല്ലെ. കട്ടിയുള്ള ഒരു ബാസുള്ള സൗണ്ട്, ശബ്ദം പെട്ടെന്ന് മാറും അല്ലെ ആൺകുട്ടികളിൽ. എന്നാൽ പെൺകുട്ടികളാണെങ്കിൽ ശബ്ദത്തിന്റെ സൗകുമാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് വോയിസിലേക്ക് പെൺകുട്ടികളുടെ സൗണ്ട് മാറും. ആൺകുട്ടികളാണെങ്കിൽ കുറച്ച് കട്ടി കൂടും ശബ്ദത്തിന് ഈ ഒരു അഡോളസന്റ് പീരീഡ് ആകുന്ന സമയത്ത്. ആൺകുട്ടികളിലാണെങ്കിൽ ബീജോത്പാദനം ആരംഭിക്കുന്നു, ബീജങ്ങളുടെ സ്പേംസിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നു. പെൺകുട്ടികളിലാണെങ്കിൽ അണ്ടോത്സർജനം തുടങ്ങുന്നു അല്ലെ, എഗ് അണ്ഡത്തിന്റെ ഉൽപാദനം ഉണ്ടാകുന്നു, ആർത്തവം ആരംഭിക്കുന്നു, മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ആരംഭിക്കുന്നു. ഇതൊക്കെയാണ് ഒരു കൗമാര പ്രായം ആവുന്ന സമയത്ത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്ന വ്യത്യാസം. ഓക്കെ, കണ്ടോ, ഇത് ടെക്സ്റ്റ് പിള്ളേർക്ക് പഠിക്കാനുള്ളതായതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കൗമാരകാലത്ത് ഇത്തരം ചില ശാരീരിക മാറ്റങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത മെൻസ്ട്രേഷൻ ആണ്, ആർത്തവം. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്, PSCക്ക് ചോദിക്കാറുണ്ട്, നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഓരോ മാസവും ഒരു എന്തിനു വേണ്ടി, പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് സ്ത്രീയുടെ ശരീരത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാകും. ഓക്കെ, പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുക്കങ്ങൾ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ ഒരു കുട്ടി, ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു കൗമാരപ്രായം ആവുന്ന സമയത്ത് ഓരോ മാസത്തിലും പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്, പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രഗ്നൻസി നടക്കുന്നില്ലല്ലോ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പ്രഗ്നൻസി നടക്കുന്നില്ല. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായ ഒരു വേസ്റ്റ് ആകുമല്ലോ.
അപ്പം ഈ വേസ്റ്റ് ആ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ ആ ഒരു ഗർഭാശയത്തിന്റെ പാളിയിൽ കുറെ അധികം പുതിയ പുതിയ കലകളും പുതിയ പുതിയ രക്തലോമികകളും കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അപ്പൊ ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ പ്രഗ്നൻസി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ വേസ്റ്റ് ആകും. അപ്പൊ ഈ വേസ്റ്റ് ആകുമ്പോൾ ഈ പുതിയതായിട്ടുണ്ടായ കാര്യങ്ങളും ബ്ലഡും എല്ലാം കൂടിയിട്ട് പുറത്തേക്ക് പോകും. അതിനെയാണ് നമ്മൾ ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിന്റെ പാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. ഗർഭാശയത്തിന്റെ ആന്തരപാളിയിൽ കുറെ രക്തക്കുഴലുകളും അതേപോലെ കലകളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങളൊക്കെ വെറുതെ ആകുന്നു. അപ്പോൾ പുതിയതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടിപ്പോവും. അപ്പം ആവശ്യമില്ലാതെ അന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ആവശ്യമില്ല, ഓക്കെ, ഇവിടെ പ്രഗ്നൻസി ഉണ്ടായിട്ടില്ല, അപ്പൊ അത് ആവശ്യമില്ല, ഈ ഒരുക്കങ്ങളിൽ ആവശ്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ രക്തലോമികകൾ പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോകുന്ന ആ രക്തലോമികകളും മറ്റ് കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്നും അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്ര ദിവസം വരെ നീണ്ടു നിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ദിവസം വരെ. പരീക്ഷയ്ക്ക് നേരത്തെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ പഴയ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പം അത് അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മുതൽ 7 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കാം എന്നുള്ളതാണ് പറയുന്നത്. അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇനി മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയറ് വേദന, ഛർദി, നടുവ് വേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ഓക്കെ, ചിലർക്ക് അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടാകാറുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ത്രീ ജനങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, നമുക്ക് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന സംഗതികളും അമിത ദേഷ്യ ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകുന്ന കാര്യം അറിയായിരിക്കും. അപ്പോൾ ഇത് കുട്ടികളിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്കാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ ഇപ്പൊ കൂടെ പഠിക്കുന്ന തന്നെ ആൺകുട്ടികളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും കൂടി അതിന്റെ ഒരു കാരണമായിട്ട് ഈ ഒരു പാഠഭാഗം ഉൾപ്പെടുത്തുന്ന ഒരു കാരണമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഇപ്പം ഇത് ആൺകുട്ടികളാണ് കാണുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള സ്ത്രീകൾക്ക് ഈ ഒരു സമയത്ത് ഈ അമിത ദേഷ്യ ഉത്കണ്ഠയും ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ ഉദ്ദേശമായിട്ട് വരുന്നുണ്ട്. അവയർനെസ് ആണ്. പബ്ലിക് ഹെൽത്തിൽ ഇതൊക്കെ വരും കേട്ടോ. നമുക്ക് PSCയുടെ സിലബസിലുള്ള പബ്ലിക് ഹെൽത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവ ഉണ്ടായേക്കാം. ഇനി ഒരു മെൻസ്ട്രൽ സൈക്കിൾ, ഓക്കെ, ഒരു ആർത്തവ കാലഘട്ടം എന്ന് പറയുന്നത് 28 ദിവസമാണ്. അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാം. 28 ദിവസം എന്നുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ശരി, അപ്പൊ അത് മനസ്സിലായി. ഇനി ഈ ആർത്തവ കാലത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. സാനിറ്ററി നാപ്കിൻസ് നോർമലി യൂസ് ചെയ്യാറുണ്ട്, എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് ഇതെല്ലാം അവയർനെസിന്റെ ഭാഗമായിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനെയും നോർമലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പുതിയ ടെക്സ്റ്റിൽ അപ്ഡേഷൻസ് എല്ലാം. പുതിയ ടെക്സ്റ്റിലുള്ള പുതിയ പുതിയ കാര്യങ്ങളാണ്. മെൻസ്ട്രൽ കപ്പുകൾ അല്ലെ, മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ലഭ്യമാണെന്ന് അറിയാമല്ലോ. ഓക്കെ, പിന്നെ അതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മെൻസ്ട്രൽ കപ്പ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിൻ, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. ഇതൊക്കെ പബ്ലിക് ഹെൽത്തിന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ്. കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിന്റെ ഭാഗമായി അവ 4 മുതൽ 5 മണിക്കൂറിനുള്ളിൽ മാറ്റുക എന്നുള്ള പോയിന്റും നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. ഇതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ അതുപോലെ തന്നെ ഈ ഫീൽഡ് വർക്കർ പോലത്തെ എക്സാമുകളൊക്കെ ഇല്ലേ, ലാബ് അസിസ്റ്റന്റ്, ഫീൽഡ് വർക്കർ, ബയോളജിക്ക് മുൻതൂക്കം കൊടുക്കുന്ന പരീക്ഷകളൊക്കെ ഇല്ലേ, ആ പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും പ്രധാനമാണ്. അല്ലാത്ത പരീക്ഷകൾക്ക് വേണ്ടെന്നല്ല, ഏത് പരീക്ഷയാണെങ്കിലും ശരി PSCയുടെ ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ. ഇനി കൗമാരകാലത്തെ ഭക്ഷണം, ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. കൗമാരകാലത്ത് ശരീര വളർച്ച ദ്രുതഗതിയിലാണ് അല്ലെ, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് വളരുന്നത്. ഇനി ആർത്തവ കാലത്താണെങ്കിൽ പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം എന്ത് ചെയ്യുന്നുണ്ട്, ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം, ഫീഡ് ചെയ്യണം അല്ലെ. ശരീരത്തിന് ഉറപ്പായിട്ട് നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫീഡ് ചെയ്യണം. അപ്പോൾ രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച എന്നിവ പരിഗണിച്ച് കൗമാരകാലത്തെ ഭക്ഷണ രീതി നമ്മൾ നല്ല രീതിയിൽ ക്രമീകരിക്കേണ്ട ആവശ്യം ഉണ്ട്. എന്താണ്, നല്ല പോഷകങ്ങൾ അടങ്ങിയ ഫുഡ് കഴിക്കേണ്ട ആവശ്യം ഉണ്ട്. ഓക്കെ,
പിന്നെ അതും അവയർനെസിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ലൈംഗിക ചൂഷണം. അല്ലെ, ചൂഷണങ്ങൾ തീർച്ചയായും നടക്കുന്നുണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പലവിധ ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. സ്വന്തം വീടുകൾ, ബന്ധുവീടുകൾ, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചാണ് പലപ്പോഴും പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. തീർച്ചയായിട്ടും ലൈംഗിക ചൂഷണം മാത്രമല്ല, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള പീഡനങ്ങൾ നമ്മുടെ ന്യൂസുകളിൽ ഇഷ്ടംപോലെ കാണുന്ന ഒരു കാര്യമാണ്. അവയർനെസിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബന്ധുക്കൾ, സഹപാഠികൾ, കൂട്ടുകാർ എന്നിവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര്, ഓക്കെ, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരും നോക്കുന്നവരും, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവർ, കൃത്രിമ സ്നേഹം കാണിക്കുന്നവർ, ഉപഹാരങ്ങൾ നൽകുന്നവർ, ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാര് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മാതാപിതാക്കളോടും മറ്റുള്ളവരുടെ അടുത്തൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ ശക്തമായിട്ട് നോ പറയേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എങ്കിൽ ഓക്കെ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റും 1098. ഓക്കെ, 1098 എന്നുള്ളതാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റും എന്നുള്ളത് ഓർമ്മിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഈ പഠിക്കുന്ന കുട്ടികളും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കുക, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. ഓക്കെ, ഡേ ആൻഡ് നൈറ്റ് വിളിക്കാം, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ശരി. അപ്പൊ അത്രയാണ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ചാപ്റ്റർ ആണ്. ഒരുപാട് അവയർനെസ്സും അതേപോലെ PSCക്ക് ഇഷ്ടം പോലെ ഫാക്റ്റുകളും ഉള്ളൊരു ചാപ്റ്റർ ആണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.